ക്രോണിക് സ്ട്രെസ്സിനെ കുറച്ചും കൂടെ ഭംഗിയായിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു വേർഡ് കേട്ടിട്ടുണ്ട്, ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡ് എന്ന്. അതായത് അതിനെ നമ്മൾ അക്യൂട്ട് സ്ട്രെസ് റെസ്പോൺസ് എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ബ്രെയിനെ ഒന്ന് ട്രിഗർ ചെയ്യുക, എന്തോ ഒരു ഡേഞ്ചർ വന്നിട്ടുണ്ടെന്ന് ബ്രെയിനിന് മനസ്സിലാവുകയാണ്. എന്തോ ഒരു ഡേഞ്ചർ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായിട്ട്, അതല്ലെങ്കിൽ ഫിസിക്കൽ ആവാം അല്ലെങ്കിൽ ഇമോഷണൽ ആവാം, എന്തോ ഒരു പ്രശ്നം വന്നിട്ട് നമ്മുടെ ബോഡി അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളെ അതിൽ നിന്ന് ഓവർകം ചെയ്യാനോ അതിൽ നിന്ന് രക്ഷപ്പെടാനോ ആയിട്ട് നമ്മുടെ ബോഡിയെ സെറ്റ് ചെയ്യാണ്, മെൻ്റലിയും ഫിസിക്കലിയും. അതിന് മറ്റേ എവല്യൂഷണറി സർവൈവൽ മെക്കാനിസം എന്ന് പറയും. കാരണം പണ്ടത്തെ കാലത്ത് നമ്മുടെ ആൻസസ്റ്റേഴ്സ് അവർ ആ ഏൻഷ്യൻ ടൈംസിൽ അവരുടെ ചില വൈൽഡ് ആനിമൽസിൽ നിന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴോ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരുടെ ബോഡി തന്നെ പ്രിപ്പയർ ചെയ്ത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഉള്ളിൽ. പക്ഷേ അത് ആവശ്യത്തിന് എമർജൻസിക്ക് മാത്രമാണ് വരുന്നത്. ഇതിൽ എമർജൻസി മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള സമയത്ത് നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യണതാണ്. ഇത് ഈ ഒരു കണ്ടീഷനിലേക്ക് ബോഡി വരുന്ന സമയത്ത് ആ ഒരു സ്ട്രെസ്ഫുൾ ഫീലിംഗ് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യാണ്, കോർട്ടിസോളും അഡ്രിനലിനും ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് എന്താ നമ്മുടെ ബോഡി ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂട്ടുകയാണ്, BP കൂട്ടണം, ബ്രീത്തിങ് ഭയങ്കര ഫാസ്റ്റ് ആക്കുകയാണ്, മസിൽസിനെ ഭയങ്കരമായിട്ട് ടൈറ്റൻ ചെയ്യണം, ടെൻസ് ആക്കണം, ഡൈജഷൻ സ്ലോ ആവണം, ബ്ലഡ് ഷുഗർ ഭയങ്കരമായിട്ട് റൈസ് ചെയ്യണം. ഈ ഒരു കണ്ടീഷൻ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ബോഡിയുടെ എല്ലാ ആക്ടിവിറ്റീസും പതുക്കെ നിർത്തിയിട്ട് നമ്മുടെ എല്ലാ എനർജിയും കൂടെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനുള്ള ആ ഒരു ആക്ഷനിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാണ്. ആ ഒരു അവസ്ഥയിൽ മാത്രം യൂസ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ഒരു അവസ്ഥ നമ്മുടെ മെൻ്റൽ സ്ട്രെസ് വരുമ്പോഴും അത് തന്നെ ഉണ്ടാവുന്നത്. അതായത് നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ജോലിയിൽ, നമ്മുടെ ട്രാഫിക് കിടക്കുമ്പോൾ, നമ്മൾ ആൾക്കാരായിട്ട് വഴക്കൂടുമ്പോൾ ഒക്കെ ഉണ്ടാവുന്ന ഒരു ബോഡിയിലെ മാറ്റം എന്ന് പറയുന്നത് ഇതേ ഒരു കണ്ടീഷനാണ്. ഈ ഒരു സിസ്റ്റം ഓണായിട്ട് നിൽക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ? നമ്മുടെ ഫുൾ ബോഡിയിൽ അതിനെ പല രീതിയിൽ എഫക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം. വേണ്ടാത്ത ഹോർമോൺ, അതായത് എപ്പോഴും വന്നുകൊണ്ടൊരു ഹോർമോൺ ഇരുന്നാൽ അത് ശരീരത്തിന് ദോഷം ചെയ്തുകൊണ്ടിരുന്നാൽ അതെങ്ങനെയാണെങ്കിലും ശരീരത്തിന് എല്ലാ രീതിയിലും നമുക്ക് ഇൻഫ്ലമേഷൻസും പല രീതിയിലുള്ള അസുഖങ്ങളിലേക്ക് നമ്മൾ പോകും. മാർക്കറ്റിൽ പല രീതിയിലുള്ള സ്ട്രെസ് കൺട്രോൾ ചെയ്യാനുള്ള ഡ്രഗ്സ് പലതും അവൈലബിൾ ആണ്. അതിന് ഭയങ്കരമായിട്ട് അഡിക്ഷൻസ് ഉണ്ട്, കെമിക്കൽ കോമ്പിനേഷൻസ് ആണ്. ഓൺ ദ ലോങ് റൺ പല രീതിയിലുള്ള നമ്മുടെ ഓർഗാൻ ഡാമേജസ് ഉണ്ടാവുന്നതായിട്ട് നമ്മൾ സ്ഥിരം കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് ടോളറൻസ് ശക്തി കൂട്ടുക എന്നുള്ളത് മാത്രമേ ഇതിനൊരു പോംവഴിയുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇതിനെ സപ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പല ഡ്രഗ്സ് കഴിക്കുമ്പോൾ പല രീതിയിൽ അഡിക്റ്റഡ് ആയിട്ട് എല്ലാ ഓർഗാൻസിനെയും എഫക്റ്റഡ് ആവാനുള്ള നമ്മുടെ ബോഡി കണ്ടീഷൻസിനെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു പോംവഴി ഉണ്ടാവും അല്ലേ? നമ്മുടെ സ്ട്രെസ് ടോളറൻസ് കപ്പാസിറ്റി കൂട്ടാനും അതേപോലെ തന്നെ നമ്മുടെ ഹാപ്പി ഹോർമോണിൻ്റെ അളവ് കൂട്ടാനുമായിട്ട് നാച്ചുറൽ രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. ബോഡിക്കൊരു പ്രശ്നം വന്ന് അതൊരു മെഡിക്കേഷനിലേക്ക് പോവാണ്ട് എങ്ങനെ ഒരു ന്യൂട്രിയൻ സപ്പോർട്ടിൽ നമുക്ക് ഈ ഒരു ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നും എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം എന്നുള്ളത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ ബോഡിയുടെ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനെ ഞാൻ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം.